അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബൂ ഷഹസ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളീ കാണുന്നത് കർണാടക സ്റ്റേറ്റിലെ വലിയ ഒരു അറിയപ്പെട്ട വലിയൊരു മസാറാണ്, അഥവാ വലിയൊരു മഖാമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കർണാടക സ്റ്റേറ്റിലെ ഹസന ജില്ലയിലെ അർസിക്കരെ താലൂക്കിൽപ്പെട്ട ജാവഗൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഈ അടുത്ത കാലത്ത് ജീവിക്കുകയും വഫാത്താവുകയും ചെയ്ത വലിയൊരു മഹാൻ്റെ മക്ബറയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2009 നവംബർ 24 വഫാത്തായ ഹസരത്ത് കലന്ദർ ഷാ വലിയുള്ള സയ്യിദ് കലന്ദർ ഷാ വലിയുള്ള എന്ന് പറയുന്ന വലിയൊരു മഹാനാണ്, അഥവാ ജാവഗൽ ബാബ എന്ന പേരിൽ അറിയപ്പെട്ട വലിയൊരു മഹാൻ്റെ മക്ബറയുടെയും അതിൻ്റെ പരിസരത്തുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കർണാടക എന്നല്ല, കേരളത്തിലെ അറിയപ്പെട്ട തലയെടുപ്പുള്ള വലിയ വലിയ പണ്ഡിതന്മാരുമായി ജീവിതകാലത്ത് തന്നെ വലിയ ബന്ധം പുലർത്തിയിരുന്ന വലിയൊരു കറാമത്തിൻ്റെ ഉടമയും അതുപോലെ തന്നെ വളരെ പാവപ്പെട്ട ആളുകളുടെ ഒരു ആശാകേന്ദ്രവുമായിരുന്നു ബഹുമാനപ്പെട്ട ജാവഗൽ ബാബ എന്ന പേരിൽ അറിയപ്പെടുന്ന സയ്യിദ് കലന്ദർ ഷാ വലിയുള്ള. ആ മഹാനുഭാവൻ്റെ മക്ബറയാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ തലയെടുപ്പുള്ള വലിയ വലിയ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ അടക്കം, താജുൽ ഉലമ അടക്കം, ഉസ്താദുൽ അസാതീദ് ഷെയ്ഖന മഞ്ഞനാടി ഉസ്താദ് അടക്കം, ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമ അടക്കമുള്ള വലിയ വലിയ പണ്ഡിതന്മാർ പല നിലക്കും ബന്ധമുണ്ടായിരുന്ന വലിയൊരു കറാമത്തിൻ്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട ജാവഗൽ ബാബ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനവറുകൾ. വലിയ കറാമത്തിൻ്റെയും അതുപോലെ തന്നെ സൂഫി സരണിയിലെ അത്യുന്നത സ്ഥാനത്ത് നിലകൊള്ളുന്ന ബഹുമാനപ്പെട്ടവർ വലിയ കറാമത്തിൻ്റെ ഉടമയായിരുന്നു. മഹാനുഭാവൻ്റെ മക്ബറ നിലകൊള്ളുന്നത് ഇന്ന് ജാവഗൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് അവിടത്തേക്ക് എത്താൻ ഏകദേശം 200 ചില്ലാനം കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. കാസർഗോഡ് ഭാഗത്തു നിന്ന് പോകുന്നവർക്ക് കാസർഗോഡ് വിട്ടാൽ സുള്യ, അതുപോലെ തന്നെ പുത്തൂർ, സകലേഷ്പുര, ബേലൂർ, ജാവഗൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മഹാൻ്റെ മക്ബറ. ഇവിടുത്തെ സിയാറത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഹാനവറുകളുടെ അടുത്ത് ചെന്ന് നമ്മുടെ എന്ത് ദുന്യവിയും ഉഖ്റവിയുമായ എന്ത് ആവശ്യങ്ങൾ ചോദിച്ചാലും വളരെ പെട്ടെന്ന് ആത്മാർത്ഥതയോടെ ചോദിച്ചാൽ വളരെ പെട്ടെന്ന് ഉത്തരം ലഭിക്കുകയും വളരെ സന്തോഷത്തോടു കൂടെ അതിന് ഒരു പ്രാപ്തമായ ഒരു മനസ്സമാധാനത്തോടു കൂടെ ആ മക്ബറയിൽ നിന്ന് തിരിച്ചു പോരാൻ കഴിയും എന്നതാണ് ഭൂരിഭാഗം അനുഭവസ്ഥരായ ആളുകളിൽ നിന്ന് അറിയാൻ സാധിച്ചതും ജീവിത അനുഭവത്തിലൂടെ പഠിക്കാനും അതുപോലെ തന്നെ മനസ്സിലാക്കാനും കഴിഞ്ഞതും. കർണാടകയിലെ ഹസന, അതുപോലെ തന്നെ ചിക്കമംഗളൂർ, കൊടക്, അതുപോലെ തന്നെ ഉത്തര കർണാടക ഭാഗത്തിൽ നിന്നടക്കം ദക്ഷിണ കന്നഡ ജില്ലയടക്കമുള്ള നാടുകളിൽ നിന്ന് ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ അവിടത്തേക്ക് സിയാറത്തിന് വരാറുണ്ട്. നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നതും ആണ്. മാത്രവുമല്ല, പ്രവിശാലമായ തെങ്ങിൻ തോട്ടത്തിൻ്റെ മധ്യത്തിലായി, തെങ്ങിൻ തോട്ടത്തിൻ്റെ അരികിലായി വളരെ വൃത്തിയോടെയും അതുപോലെ തന്നെ വളരെ പവിത്രതയോടെയും കാത്തു സൂക്ഷിക്കുകയും അതേപോലെ തന്നെ വളരെ പവിത്രതയോടെ
കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു മഹൽ സ്ഥലമാണ് ഈ കാണുന്ന ദർഗയും അതിൻ്റെ പരിസരത്തുമുള്ള സ്ഥലങ്ങളും. ഒരുപാട് മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന, ഹയാത്ത് കാലത്ത് തന്നെ ഒരുപാട് ആളുകൾ ബന്ധമുണ്ടായിരുന്ന, ബാംഗ്ലൂർ അടക്കമുള്ള വലിയ മെട്രോ സിറ്റികളിൽ മഹാനുഭാവനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ, അവിടുത്തെ ഖാദിമീങ്ങളായി ഹയാത്ത് കാലത്ത് ജീവിച്ച ഒരുപാട് മുഅ്മിനീങ്ങൾ, അതുപോലെ തന്നെ മഹാന്മാരായ ഒരുപാട് ആലിമീങ്ങൾ ഇന്നും ജീവിച്ചിരിപ്പുള്ളതായി നമുക്ക് കാണാം. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ടവരുടെ ഒരുപാട് കറാമത്തുകൾ, അവിടുത്തെ ജീവിത അനുഭവത്തിലൂടെ വന്ന ഒരുപാട് അത്ഭുത പ്രതിഭാസങ്ങൾ, ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക് ഒരു തണലായി മഹാനുഭാവൻ്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും അതുപോലെ തന്നെ ആംഗ്യഭാഷയിലൂടെയും അനുഭവിച്ച ഒരുപാട് മഹത്തുക്കളുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മഹാനുഭാവൻ്റെ ജീവിതകാലത്ത് തന്നെ ഇവിടെ ആര് വന്നാലും വിശന്നിട്ട്, ഏത് പാവപ്പെട്ടവനായാലും പണക്കാരനായാലും ഏത് വിഭാഗത്തിൽപ്പെട്ടവനായാലും വിശന്ന് തിരിച്ചു പോകരുത് എന്നുള്ള ആ ഒരു ചിന്ത, മഹാനായ മുത്തുനബിയുടെ ഒരു ആശയം, അവിടുത്തെ ആ ഹദീസ് ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഇന്നും അവിടെ വരുന്നവർക്കൊക്കെ ആതിഥ്യമരുളിക്കൊണ്ട് അവിടുത്തെ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നാൽ കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും പരമാവധി ഇൻഷാ അല്ലാഹ് റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് അവിടെ എത്താൻ ശ്രമിക്കുകയും ആ മഹാനുഭാവൻ്റെ മഖ്ബറ സിയാറത്ത് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യുകയും, അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കാണുന്ന നേരുന്ന പ്രശ്നങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് അവിടെ വലിയൊരു തണലാണ്, അത് ജീവിതത്തിൽ അനുഭവിക്കുകയും ചെയ്യുക എന്നുള്ള മഹത്വമായ ഒരു സന്ദേശം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. അതേപോലെ തന്നെ കർണാടക ഭാഗത്തു നിന്ന് പോകുന്ന ആളുകൾക്ക്, കൊടക് ജില്ല അതുപോലെ തന്നെ മറ്റുള്ള ഭാഗങ്ങളിൽ നിന്ന് പോകുന്നവർക്ക് റൂട്ട് മാപ്പിലൂടെ അഥവാ ഗൂഗിളിലൂടെ അടിച്ചു നോക്കിയാൽ കാണാം അവിടുത്തെ ദർഗയിലേക്കുള്ള യഥാർത്ഥ വഴി. ഇൻഷാ അല്ലാഹ്, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.